അൽഫിയ, അൽഫിയ, കാക്ക പോവാ ഇറങ്ങിയാ? നേരത്തെ ഇറങ്ങുന്ന എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഞാൻ വൈകുന്നേരം ഇവിടെ വരുമ്പോ നീ ഇവിടെ കാണരുത്, നീ പൊക്കോളണം. അയ്യോ, ഞാൻ ജോലി ശമ്പളം വാങ്ങിയതല്ലേ. കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല, നിന്റെ ഈ സ്വഭാവത്തിന് ഇവിടെ ശരിയാവത്തില്ല. അയ്യോ, ഞാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ എല്ലാ ജോലിയും ചെയ്യുമല്ലേ, കുട്ടികളുടെ കാര്യം എല്ലാം നോക്കുന്നു, താത്തയുടെ കാര്യം എല്ലാം നോക്കുന്നു. ഞാൻ നല്ലപോലല്ലേ ഇവിടെ. പക്ഷെ നീ എന്നോട് പെരുമാറുന്ന രീതി ശരിയല്ല. അയ്യോ, ഞാൻ ഇത്തിരി 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 ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറിയതല്ലേ. ഞാൻ വേറൊരു രീതിയിലും പെരുമാറത്തില്ല. എന്നെ പറഞ്ഞു വിടരുത് കാക്ക. എനിക്കൊരു കുടുംബമുണ്ട്. എൻ്റെ ഉമ്മായ്ക്കും വാപ്പായ്ക്കും സുഖമില്ലാത്തതാ. അവരെ കാര്യം നോക്കണം, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം, എൻ്റെ പൊടി കുഞ്ഞിന് ആഹാരം കൊടുക്കണ്ടേ. ഞാൻ ഒരുപാടടുത്ത് ജോലിക്ക് പോയതാ. പക്ഷേ ഇങ്ങനെയുള്ളതുകൊണ്ടല്ല അവർ നിർത്താത്തത്. എനിക്ക് വേറെ കടകളും അതും ഇതൊന്നും പറ്റത്തില്ല. എൻ്റെ വീട്ടില് വാടക കൊടുക്കണം. ഇത്രയും ശമ്പളം എനിക്ക് എവിടെയും കിട്ടത്തില്ല. എന്നെ പറഞ്ഞു വിടരുത് പ്ലീസ്. എനിക്കാണെങ്കിൽ വേറെ ഒരു നിവർത്തി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ വന്ന് വേലക്കാരിയായി നിൽക്കുന്നത്. എന്നെ പറഞ്ഞു വിടല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടാലും ഞാൻ എല്ലാ ജോലിയും ചെയ്യുമല്ലേ. ഞാൻ ഒരു മിനിറ്റ് ഇവിടെ അടങ്ങിയിരിക്കത്തില്ല. എല്ലാ ജോലിയും ചെയ്യുന്നു. കാക്ക ഈ വീടൊക്കെ നോക്കാൻ ഞാൻ എത്ര നന്നായിട്ടാ വെച്ചേക്കുന്നത്. ഈ 5-6 ദിവസം കൊണ്ട് ഞാൻ എല്ലാം ചെയ്യുമല്ലേ. താത്താക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു കുറവും വരുത്താതെ ഞാൻ ഇവിടെ നോക്കുന്നത്. എന്നിട്ട് എന്നെ പറഞ്ഞു വിടല്ലേ. എനിക്ക് ഇതേ ഉള്ളൊരാ ശമ്പളം. എനിക്ക് ജോലി ചെയ്യാത്ത പൈസ ഒന്നും വേണ്ട. ഞാൻ എന്തായാലും 3 മാസം നിക്കാം. എന്നെ പറഞ്ഞു വിടരുത്. താത്ത അടുത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ അവസ്ഥ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാക്ക ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. എന്റെ വാക്കാണ്, ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. എന്നെ പറഞ്ഞു വിടരുത്. എനിക്ക് അത്രയ്ക്ക് നിവർത്തിയില്ലാത്തോണ്ടാ. എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ കാണിച്ചു വേദന എനിക്ക് ഞാൻ എന്റെ ഏറ്റവും അടുത്ത വീട്ടുകാരെന്ന് കരുതിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നെ പറഞ്ഞു വിടരുത് പ്ലീസ്. നിർത്ത്, നീ കരയണ്ട. ഇനി നീ ജോലിക്കാരുടെ സ്ഥാനത്തെ നിൽക്കാവൂ. നീ റംസിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കിയാൽ മതി. നീ എന്റെ കാര്യം നോക്കാൻ വരണ്ട. എന്റെ കാര്യം നീ നോക്കണ്ട. അവരുടെ കാര്യമൊക്കെ നല്ലതുപോലെ നോക്കിയാൽ മതി. ഇനി നീ എന്നോട് ഇങ്ങനെ പെരുമാറാനൊന്നും വരരുത്. എങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. എന്നോട് കളിക്കുന്നു. ഇത്താ, എന്താ അൽഫി, ഇക്ക പോയാ? കാക്ക പോയല്ലേ? ഇത്താക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെ കൊണ്ട്? എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, കാക്ക എന്നോട് പറഞ്ഞേ ജോലി നിർത്തി പൊയ്ക്കോളാൻ. ഇക്ക പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനേ താത്ത, എന്നെ പറഞ്ഞു വിടല്ല താത്ത. എൻ്റെ ചുമരിലാണ് 4 പേര് ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് വന്നാണ് അവർക്ക് കുടുംബത്തിന് ആ കുടുംബം പോറ്റുന്നത്. വാപ്പായ്ക്കാണെങ്കിൽ ഒരു ജോലിക്കും പോകാൻ പറ്റത്തില്ല. കുറച്ച് നാൾ മുമ്പ് വരെ ലോട്ടറി കച്ചവടത്തിനൊക്കെ പോവായിരുന്നു. അത് ഉമ്മ ആണെങ്കിൽ വീണ്ടും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന. ഇപ്പൊ ഉമ്മയുടെ മുട്ട് 2 വയ്യ. ഉമ്മായ്ക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കുഞ്ഞ് വലിയ ബുദ്ധിമുട്ടാത്ത. അതുകൊണ്ടാ ഒരു വീട്ടു ജോലിക്കായിട്ടായാലും ഞാൻ ഇറങ്ങിയത്. അപ്പൊ എല്ലാരും പറഞ്ഞ് വീട്ടു ജോലിക്ക് പോകുമ്പോ ആ വീടുമായിട്ട് കൂടുതൽ എടുത്താ അവിടെ കൂടുതൽ ആള് ജോലിക്ക് നിൽക്കാന്ന്. അതുകൊണ്ടാ എല്ലാരോടും ഞാൻ നല്ല സ്വാതന്ത്ര്യമായിട്ട് പെരുമാറിയത്. ഞാൻ ഇവിടുത്തെ എല്ലാ ജോലിയും നല്ലപോലല്ലേ ചെയ്യുന്നത്. വീടും കാര്യങ്ങളും കുട്ടികളുടെ കാര്യവും ഇത്താടെ കാര്യവും ഒക്കെ ഞാൻ നല്ലപോലെ നോക്കുന്നില്ലേ. അപ്പോഴ കാക്ക
അതിന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. നീ ഇത്ര അതുകൊണ്ടാണ് നിന്നോട് എനിക്കും ഒരു ഇഷ്ടം തോന്നിയത്. നീ നല്ലപോലെ പെരുമാറുന്നോണ്ടും നീ ഒന്നും മിണ്ടാതെ അകൽച്ചയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സ്നേഹമൊന്നും വരത്തില്ലായിരുന്നേന്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇന്ന് വൈകിട്ട് പൊയ്ക്കോളാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇക്കാക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടായിട്ട് ചെയ്തേക്ക പറഞ്ഞു വിടുമെന്ന്. ശമ്പളം തന്നു 3 മാസത്തെ. അത് ഞാനാണെങ്കിൽ വീട്ടു വാടക കൊടുക്കാനുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ ജോലി കിട്ടിയതോ അതൊരാശ്വാസമായത്. നീ കരയണ്ട. എൻ്റെ അല്ലാതെ ഈ പൈസ തരാൻ വേറെ ഒരു നിവൃത്തിയില്ലാത്ത എന്നെ പറഞ്ഞു വിടരുത്. ഇത്ത പറഞ്ഞ കാക്ക കേക്കും. ഞാൻ പറഞ്ഞാലൊന്നും ഇക്ക അത് കേൾക്കത്തില്ല. ഇക്കാക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയിട്ടായിരിക്കും. ഞാൻ ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും ഇക്ക വരട്ടെ. അതുവരെ നീ ഇവിടെ നിൽക്ക്. ഇത്ത പറഞ്ഞ് കേക്കും. അതെനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായതാ. ഇത്ത പറയുന്ന മാത്രമേ കേക്കൂ. പ്ലീസ്. ഇക്ക എന്തായാലും വരട്ടെ, ഞാൻ സംസാരിക്കാം. പൊടി കുഞ്ഞാണ് എൻ്റെത്. അതിനെ പട്ടിണിക്കിടാൻ പറ്റത്തില്ലത്താ. നീ കരയാതെ കരച്ചിൽ നിർത്ത്. നീ ഇപ്പൊ നിന്റെ ജോലികൾ ചെയ്തോ. ഇതിപ്പോ ഞാനല്ലേ പറയുന്നത്. മറ്റവരെയൊക്കെ എനിക്കും അത്ര തൃപ്തിയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ എനിക്ക് വേറൊരു കുഴപ്പം നിന്നെ ഭാഗത്തൊന്നും തോന്നുന്നില്ല. ഇത്തന്ന് വിളിച്ച് പറഞ്ഞേക്കൂ. വരുമ്പോ എന്നെ ഇവിടെ കാണരുതെന്നാ പറഞ്ഞ. ഇക്ക വരട്ടെ, വൈകിട്ട് വരുമല്ല. അപ്പൊ ഞാൻ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. തുണി അലക്കാണ്ട് പോട്ടെ. നീ സമാധാനത്തിൽ പോയി നിന്റെ ജോലികൾ ചെയ്. ഇത് പറയുന്നുള്ള പ്രതീക്ഷയില്ല. ഞാനൊരു പെണ്ണല്ലേ. ഇത്രയും സേഫായിട്ട് എനിക്ക് വേറെ ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടെ കിട്ടുന്ന സംരക്ഷണം വേറെ എവിടെയും കിട്ടത്തില്ലായിരിക്കും. ഞാൻ ഏത് ജോലിക്ക് പോയാലും. എന്നെ പറഞ്ഞു വിടല്ലേ. മൂന്ന് മാസത്തെ ശമ്പളവും കൊടുത്തിട്ട് ജോലിന്ന് പറഞ്ഞു വിടാൻ പോകുന്ന. പിന്നെ പൈസ എന്താന്ന് വെച്ചാൽ വരട്ടെ, ചോദിക്കണം. ഇരുന്നും കിടന്നും എനിക്ക് മടുത്ത്. എന്തൊരു പെണ്ണെ പോലെ നടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. റംസി, റംസി. വന്ന ആ, ഇക്ക എന്താ അൽഫി എടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? പോവാൻ പറഞ്ഞോ? ജോലിക്ക് നിർത്തിക്കണ്ടെന്ന് പറഞ്ഞോ? ആ പെണ്ണ് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ എൻ്റെ അടുത്ത് വന്ന്. ഞാൻ പറഞ്ഞു വിടല്ലേ, കഷ്ട ആ പെണ്ണിൻ്റെ ചുമലിലാണെന്നൊരു കുടുംബം മൊത്തം. ഉമ്മായിക്കും പാപ്പായ്ക്കും ഒന്നും ജോലിക്ക് പോകാൻ വയ്യാത്ത ഈ ഒരു ജോലിക്ക് വന്നേക്കുന്ന ഈ കൊച്ചു മാത്രമാണ്. ഒരു കൊച്ചുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടിട്ട് അതിൻ്റെയും കൂടെ പാപം ശാപം ഒന്നും വലിച്ചു വെക്കണ്ടേക്കാ. ഇഷ്ടമല്ലേ? നമ്മളെ ഉദ്ദേശിച്ചാണ് ഒരു ജോലിക്ക് വന്നെങ്കിലേ പറഞ്ഞു വിടണ്ട. പാവം നിൽക്കട്ടെ. ഒത്തിരി എന്തേ വന്ന് കരഞ്ഞ് പറഞ്ഞ് ഇത്ത പറഞ്ഞാൽ കേൾക്കും. കാക്ക ഇങ്ങനെയൊക്കെ രാവിലെ വഴക്ക് പറഞ്ഞ് വരുമ്പം കാണരുത്, പൊയ്ക്കോളാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യിക്ക പറ, പോവണ്ട, അവിടെ നിൽക്കാൻ പറ. കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്തിരി
അത് വീട്ടിലൊരു ബഹളമോ ഒരു മേളമോ എന്നൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിൽക്കട്ടെ. ഞാൻ പറയാം. ചില ചായ വാങ്ങി കുടിച്ചിട്ടേ പറഞ്ഞുതരാം. പോവണ്ട, നിൽക്കാൻ പറ കേട്ടോ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നിൽക്കട്ടെ. ചില ചായ കൂടി. കാക്ക ചായ കൊണ്ടുവരട്ടെ? ആ എട്. അൽഫി, ഇങ്ങ് വന്നേ. അൽഫി, എന്താ വിളിച്ചിട്ട് വന്നില്ലേ? താനെന്തടോ ഞാൻ വിളിച്ചിട്ട് വരായിരുന്നത്? അത് ഞാൻ വരുന്നത് സംസാരിക്കുന്നതൊന്നും കാക്കായ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇനിയും ഞാൻ വന്ന് സംസാരിച്ച് എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടാലോ? എനിക്ക് ജോലിന്ന് പറഞ്ഞു വിടുന്നതിനെ കഴിയും വിഷമം വേറെ. ഇന്ന് രാവിലെ നിന്നെ വഴക്കം പറഞ്ഞ് നിന്റെ കണ്ണീരും കണ്ടിട്ട് പോയി എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. സത്യത്തിൽ നിന്റെ പൊട്ടത്തരങ്ങളെ ആസ്വദിച്ചു വരികയായിരുന്നു ഞാൻ. ഒരു സ്ത്രീ പെരുമാറുന്ന വീടല്ലേ വീടെന്ന് പറയാൻ പറ്റുമോ? നീ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായി മാറിയത്.